നമസ്കാരം സുഹൃത്തുക്കളെ. ഈ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ പണ്ട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ചോ ഇങ്ങനെ നമസ്കാരം സുഹൃത്തുക്കളെ എന്ന് പറയുന്നത് വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും എന്തായാലും അങ്ങനെ പറഞ്ഞു തുടങ്ങാമെന്ന്. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വെൽക്കം ചെയ്യാണ്. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 12 ആണ് ഇന്ന്. ഇന്നേ ടെലഗ്രാമിൽ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഈ 12 ദിവസവും പഠിക്കാൻ തന്ന മലയാളം പര്യായ പദം എക്സാം ആയിട്ട് ഇടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ എക്സാം ആണ്, എല്ലാവരും വായിച്ച് കാണും എന്ന് വിചാരിക്കുകയാണ്, റിവൈസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കിയാലോ, എത്ര എണ്ണം ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ഈ 12 ദിവസവും പഠിച്ചത് എന്തെങ്കിലുമൊക്കെ തലയ്ക്കകത്ത് കയറിയോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ എന്തായാലും എക്സാം എഴുതി നോക്കാം. 15 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ബിലം, ദരി, ഗഹ്വരം, ചരണം. 2. ചുവടെ തന്നിരിക്കുന്നവയിൽ വൃക്ഷത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? തരു, ദ്രുമം, ശാഖി, ആദപത്രം. 3. താഴെ പറയുന്നവയിൽ കുയിലിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? കളകണ്ഠം, കോകിലം, വനപ്രിയം, കേകി. ഓപ്ഷൻസ് നോക്കുക, ഉത്തരം എഴുതാം. 4. മരാളകം താഴെ പറയുന്നവയിൽ ഏതിന്റെ സമാന പദമാണ്? മയിൽ, അരയന്നം, ഈച്ച, ആമ. 5. താഴെ പറയുന്നവയിൽ സൂതൻ എന്നർത്ഥം വരുന്ന പദം ഏത്? കടുവ, മകൻ, തേരാളി, അച്ഛൻ. 6. താഴെ പറയുന്നവയിൽ മേഘം എന്നർത്ഥം വരുന്ന പദം ഏത്? ചൊടി, ജലധരം, പാണി, ബാഹു. 7. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. മകരന്തം, മടു, മട്ട്, നീല. 8. താഴെ പറയുന്നവയിൽ അമ്മ എന്നർത്ഥം വരുന്ന പദം കണ്ടെത്തുക. ധരണി, അചല, വിഭജിക, തായ. 9. താഴെ പറയുന്നവയിൽ പുത്രി എന്നർത്ഥം വരുന്ന പദം കണ്ടെത്തുക. ആത്മജ, തനയ, തനൂജ, ഇവയെല്ലാം. 10. പ്രാലേയം എന്നതിന്റെ പര്യായ പദം മേഘം, ആകാശം, നിലാവ്, മഞ്ഞ്. 11. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. സോമൻ, ശശധരൻ, തരണി, ശശി. 12. വാജി എന്നാൽ കുതിര, ആന, തത്ത ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. അടിവരയിട്ട പദത്തിന്റെ സമാന പദം കണ്ടെത്തുക. അടിവരയിട്ടത് തമസാണ്. അപ്പൊ തമസിന്റെ സമാന പദം ദ്വാന്തം, വാരി, തുരകം, അജരം. 14. വ്രീള എന്നത് എന്തിന്റെ പര്യായ പദമാണ്? നാവ്, നാണം, ബുദ്ധി ഇവയൊന്നുമല്ല. 15. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും നാവിന്റെ പര്യായ പദം കണ്ടെത്തുക. ജിഹ്വ, ത്രപ, കീരം ഇവയൊന്നുമല്ല. ഇത്രയാണ് 15 ചോദ്യങ്ങൾ. ഉത്തരങ്ങളൊക്കെ കിട്ടിക്കാണുമല്ലോ. ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ വരുന്നത് ചരണമാണ്. ചരണം എന്നാൽ കാല് എന്നാണ് അർത്ഥം. ബാക്കിയുള്ള പദങ്ങൾ ബിലം, ദരി, ഗഹ്വരം, ഗുഹ എന്നാണ് അർത്ഥം. 2. ചുവടെ തന്നിരിക്കുന്നതിൽ വൃക്ഷത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? അല്ലാത്തത് ആദപത്രമാണ്. ആദപത്രം എന്നാൽ കുട എന്നാണ് അർത്ഥം. തരു, ദ്രുമം, ശാഖി വൃക്ഷത്തിന്റെ പര്യായ പദങ്ങളാണ്. താഴെ പറയുന്നവയിൽ കുയിലിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻസിന് ഉത്തരം എഴുതാം. ഉത്തരം സി ആണ്. 1, 2, 3. കളകണ്ഠം, കോകിലം, വനപ്രിയം. കേകി എന്ന് വെച്ചാൽ മയിലാണ്.
അപ്പോൾ അത് തെറ്റാ. 1, 2, 3 ആണ് ശരി. മരാളകം താഴെ പറയുന്നവയിൽ എന്തിന്റെ സമാന പദമാണ്? മരാളകം എന്നാൽ അരയന്നമാണ്. അരയന്നം. താഴെ പറയുന്നവയിൽ സൂതൻ എന്നർത്ഥം വരുന്ന പദം ഏത്? സൂതൻ എന്നാൽ തേരാളി. തേരാളി. സുതൻ മകൻ, സൂതൻ തേരാളി. താഴെ പറയുന്നവയിൽ മേഘം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ജലധരമാണ്. ജലധരം മേഘം. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ നീല. നീല എന്നാൽ ഈച്ചയുടെ പര്യായപദമാണ്. മകരന്തം, മടു, മട്ട് എന്നിവ തേനിന്റെ പര്യായപദങ്ങളാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ അമ്മ എന്നർത്ഥം വരുന്ന പദം കണ്ടെത്തുക. തായ. തായയാണ് അമ്മ. ധരണി, അജല ഭൂമിയുടെ പര്യായപദങ്ങളാ. വിഭജിക എന്നാൽ വീണ. താഴെ പറയുന്നവയിൽ പുത്രി എന്നർത്ഥം വരുന്ന പദം കണ്ടെത്തുക. ഉത്തരം ഡി ആണ്. ഇവയെല്ലാം ആത്മജ, തനയ, തനൂജ, നന്ദിനി, മകൾ എല്ലാം പുത്രിയുടെ പര്യായ പദങ്ങളാണ്. 10. പ്രാലേയം എന്തിന്റെ പര്യായ പദമാ? പ്രാലേയം എന്നാൽ മഞ്ഞ് എന്നാണ് അർത്ഥം. മഞ്ഞ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ തരണിയാണ്. തരണി സൂര്യനാണ്. സോമൻ, ശശധരൻ, ശശിയൊക്കെ ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. വാജി എന്നാൽ വാജി കുതിരയാണ്. കുതിര. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. തമസാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. അടിവരയിട്ട പദത്തിന്റെ സമാന പദം ദ്വാന്തം. ദ്വാന്തമാണ് തമസ്. വ്രീള എന്നത് എന്തിന്റെ പര്യായ പദമാണ്? വ്രീള എന്നാൽ നാണം എന്നാണ് അർത്ഥം. നാണം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും നാവിന്റെ പര്യായ പദം കണ്ടെത്തുക. നാവ്, ജിഹ്വ, രസന, രസജ്ഞ നാവാണ്. അപ്പൊ 15 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? താഴെ നിന്ന് കമന്റ് ചെയ്തേക്കാം. ഏതെങ്കിലും പര്യായ പദങ്ങള് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ PDF നമ്മൾ ഓരോ ദിവസം ഈ 12 ദിവസവും പഠിച്ച പര്യായ പദങ്ങൾ 5 വീതം 12 ദിവസം പഠിച്ച 60 പര്യായ പദങ്ങൾ ഒറ്റ PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും നമ്മുടെ 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കണം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.